ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിന്ന് എന്തുണ്ടാക്കണേ? ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കണം. ബിരിയാണി ഇവിടെ എന്തൊക്കെ ഉണ്ട്? നേരത്തെ പിയ എന്താ തന്നെ? ബിരിയാണി ഉണ്ടാക്കുക. അണ്ടിപ്പരിപ്പ്. ഇപ്പൊ ബിരിയാണിക്കുള്ള മസാലക്കൂട്ടാണ് അമ്മ ഉണ്ടാക്കണേ. ദമ്മല്ലമ്മ. ബിരിയാണിക്കുള്ള ചിക്കൻ അമ്മ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഈശ്വ വേണമെന്ന് പറയണത് അണ്ടിപ്പരിപ്പ്. എന്താ ഈശ്വ ഇപ്പൊ കഴിച്ച്? എന്താ കഴിച്ച്? അണ്ടിപ്പരിപ്പ്. പിയ ലവ് യു. ഒന്നും കൂടി തന്നാലേ ലവ് യു പറയൂ. ഹെഡ്സെറ്റ്. ചെറുപ്പത്തിലെ ഫോട്ടോ ഉണ്ട്. ഈ ഉപ്പല്ല ചോപ്പിട്ടിട്ട് വെച്ച്. എന്താ വേണ്ടി ഈശ്വയ്ക്ക്? പാട്ടം വേണോ? പാട്ടം. ഹലോ. അപ്പൊ സച്ചു ഇവിടെ കുറച്ച് വർക്കിലാണ്. പ്രൊജക്റ്റ് ഉണ്ടല്ലേ, അപ്പൊ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറ. ഇത് കന്നഡ അല്ല. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ. ഈശ്വ അവിടെ സ്വന്തമായിട്ട് വ്ലോഗ് എടുക്കാണ്. എന്തൊക്കെയും മെസ്സേജ് അയക്കണ കേട്ടോ. അതായാണ് കുഴപ്പമില്ല. വെൽക്കം ബാക്ക് ടു. ഹലോ. എന്താ അച്ഛൻ പപ്പട പേരെന്താണ്? അച്ഛനെ പറഞ്ഞെടുക്കല്ലേ. അയ്യോ, ആര് നുഞ്ഞുന്റെ ഫോണ് വീഴ്ത്തിയിട്ട്? എന്റെ ഫോൺ ആര് വീഴ്ത്തിയിട്ട്? യൂട്യൂബ് വീഡിയോ എടുക്കുക. ബേബിയോ? എവിടെ? തെറ്റി. ഈശ്വട് മുടിയിട്ട് തരാ. വായോ. ബേബി നല്ല കുട്ടിയാണ്. എന്തുകൊണ്ടാ മുടിയിട്ട്? ബിരിയാണി ആയിട്ടില്ല, ചിക്കൻ ഉള്ളതേ ആയിട്ടുള്ളൂ. അപ്പൊ അപ്പോഴേക്ക് സച്ചുവിന് വിശന്നു. ഇന്ന് രണ്ടാൾക്കും സൺഡേ ആണെങ്കിലും ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് എനിക്ക് കോളേജിലേക്ക് സ്കൂളിലേക്കും പോവേണ്ടി വന്നു. അപ്പൊ അരി ഇട്ടുണ്ടല്ലോ മത. അപ്പൊ ഇതാ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരി റെഡിയായി. ഇനി റൈസായിട്ട് ദമ്മിടുക അല്ലേ? ഞങ്ങൾ കഴിഞ്ഞ സൺഡേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെഡി ആയില്ല. വീഡിയോ ഉണ്ടെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് നല്ല വേവ് അധികമായി പോയി. ചോറ് ഉപ്മാവ് വരുവായി. അപ്പൊ ഇപ്രാവശ്യം ഈ സൺഡേ അമ്മേന്റെ റിവെഞ്ചിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഉപ്പുമാവ് പോലെ ആണെങ്കിലും ഒട്ടും വേസ്റ്റ് ആയില്ല കേട്ടോ. അവര് സ്കൂളിലേക്കും കോളേജിലേക്കും കൊണ്ടായിട്ട് തികഞ്ഞില്ല. ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി വേവ് അധികമായി എന്നുള്ള ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നല്ലതുപോലെ റെഡി ആക്കിയിട്ടൊന്ന് എടുക്കണം എന്നുള്ളൊരു വാശിയുണ്ട് ഇന്ന് ഉണ്ടാക്കിയത്. അമ്മമ്മ നെയ്യ് കഴിക്കില്ല, അതുകൊണ്ട് അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ദമ്മിടുകയാണ്. അപ്പൊ നമ്മൾ ഈ പാനിലാണ് ദമ്മിടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇത് ഒരാൾക്കുള്ളത് വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ദമ്മിലേക്ക് ഇടാനുള്ളതാണ് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇവിടെ അപ്പോൾ ഒരാൾ നെയ്യ് കൂട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും നെയ്യിലൊന്നല്ല, നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുത്തത്. ഓയില്. ഓയില്. ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ടുകൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല. ഈ ബിരിയാണിയുടെ ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ബിരിയാണിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമ്മളൊരു ദിവസം എന്തായാലും ഫുൾ വീഡിയോ ഇടാം. അലുമിനിയം ഫോയിൽ കഴിഞ്ഞു, അതുകൊണ്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ ആ ഫോയിലിൻ്റെ പേപ്പർ കവറാണത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ അടച്ചിരിക്കുന്നത്. മൈദ ആക്കാമല്ലാന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മളിവിടെ മൈദ എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അടുപ്പത്ത് ചെറിയ പാത്രം വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ദമ്മിട്ടെടുക്കുക. നമ്മൾ ഇടിക്കണ
ഉള്ളി മുളക് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കാം. ഇത് ദമ്മിടാൻ വെച്ചതിന് ശേഷം ബാക്കി ഇടാൻ പോകുന്ന ഇതിലാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഇതേപോലെ ദമ്മിടണം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ദമ്മിടുമ്പോൾ നെയ്യാണ് ഒഴിക്കണത്. ഞങ്ങൾക്ക് ഇവിടെ അമ്മയ്ക്കും അമ്മ അങ്ങനെ പാലൊന്നും കൂട്ടില്ല, പക്ഷെ നെയ്യ് അമ്മ കഴിക്കും. അപ്പം നമ്മളിത് ദമ്മിടാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതായിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ എങ്ങനെയുണ്ട്? സൂപ്പർ. അന്നത്തെ കൊളായിരുന്നു, പക്ഷെ അന്നത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് വേവ് അധികം അതേ ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ നന്നായി വെന്തുണ്ട്. ഞങ്ങൾ കല്ലേക്കാട് പോണ ഫുഡ് കഴിച്ചിട്ട് അതായിട്ടപ്പോൾ വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മമ്മ ഇല്ല, ഞങ്ങൾ 4 പേരും കൂടി ബസ്സിലാണ് പോണത്. എന്തിനാ പോണെന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പം പറയുന്നില്ല. ചെറിയൊരു സർപ്രൈസാണ്. അറിയിക്കാം ഞങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ആണെങ്കിൽ ഡയറ്റിംഗ് ഇല്ലാണ്. അങ്ങനെ അവര് കഴിക്കാനൊക്കെ വന്നു. അളിയൻ ചേച്ചി ഉണ്ടായിരുന്നു, അളിയൻ കഴിക്കാൻ വന്നു. ഞങ്ങൾക്ക് ഭയങ്കര ലേറ്റായി. 2 മണിക്ക് ഞങ്ങൾ ഇറങ്ങുന്നവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി 5 മിനിറ്റുള്ള 2 മണിക്ക്. ഇനി എങ്ങനെ റെഡിയാവുന്ന അറിയില്ല. റെഡിയാവട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് വേണം വേഗം റെഡിയാവാൻ. ഏണ്ട ബിരിയാണി സെറ്റ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കല്ലേക്കാട് പോകാൻ റെഡിയായി എല്ലാവരും. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. വീഡിയോ എടുക്കാൻ ലേറ്റ്. ഞങ്ങൾ മറന്നുപോയി സത്യത്തിൽ. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. എൻഡിങ് കടക്കാൻ പോകാറ എല്ലാവരും. ഉറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ കൊമ്പൊക്കെ ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയ കാര്യം ഒന്ന് മാറ്റി വെച്ചിരിക്കാതെ. അപ്പോൾ അത് ഞങ്ങൾ സെക്കൻഡ് പാർട്ട് പോലെ എന്തായാലും ഇടാം വീഡിയോ. പിന്നെ ഇത്ര തന്നെ ഉള്ള ഒരു കുട്ടി വ്ളോഗാണിത്.